നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് ഫാമിലി വ്ളോഗേഴ്സാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഫാമിലി വ്ളോഗേഴ്സിനുള്ള ജനപ്രീതി അമ്പരപ്പിക്കുന്നതാണ്. കുടുംബവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വ്ളോഗുകൾക്ക് മില്യൺ കണക്കിനാണ് വ്യൂസ്. കുടുംബത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നവർ ഇന്നേറെയാണ്. ഫാമിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൽ മുൻപന്തിയിലാണ് കൃഷ്ണകുമാർ കുടുംബം. സോഷ്യൽ മീഡിയയിലൂടെ ജീവിതം മാറി മറിഞ്ഞവരാണ് കൃഷ്ണകുമാർ കുടുംബം. കൃഷ്ണകുമാറിന്റെ 4 മക്കളും ഇൻഫ്ലുവൻസേഴ്സായി വൻ ജനപ്രീതി നേടി. ഭാര്യ സിന്ധു കൃഷ്ണയും യൂട്യൂബ് ചാനലുമായി സജീവമാണ്. ലോക്ക്ഡൌൺ കാലത്ത് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി മാറിയെങ്കിലും കാലക്രമേണ ഇവരുടെ ജനശ്രദ്ധ കുറയുകയാണ് ഉണ്ടായത്. എന്നാൽ കൃഷ്ണകുമാർ കുടുംബത്തിന് സംഭവിച്ചത് മറിച്ചാണ്. നാൾക്ക് നാൾ ഇവർക്ക് ലഭിക്കുന്ന ജനശ്രദ്ധ കൂടുന്നു എന്നല്ലാതെ കുറയുന്നതല്ല. അഹാന കൃഷ്ണ ഇന്ന് മലയാളം സോഷ്യൽ മീഡിയ രംഗത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ഒരാൾ കൂടിയാണ്. ഒരു നടി കൂടിയാണെങ്കിലും വളരെ ഭംഗിയായി ചിത്രീകരിച്ച തന്റെ വ്ളോഗുകളും റീലുകളുമാണ് നടൻ കൃഷ്ണകുമാറിന്റെ മൂത്ത മകളായ താരത്തെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രശസ്തയാക്കിയത്. അടുത്തിടെ തന്റെ 30ാം പിറന്നാളിന് ആഡംബരക്കാർ സ്വന്തമാക്കിയ അഹാന വാർത്തകൾ നിറഞ്ഞിരുന്നു. ഒട്ടുമിക്ക സെലിബ്രിറ്റികൾക്കും സോഷ്യൽ മീഡിയയിൽ പോപ്പുലറായ ഇൻഫ്ലുവൻസേഴ്സിനുമെല്ലാം വസ്ത്രം, ബ്യൂട്ടി പ്രൊഡക്ട്സ്, ആക്സസറീസ് തുടങ്ങി ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ബിസിനസ് ഉണ്ടാകും. സോഷ്യൽ മീഡിയയിൽ നിന്നും സമ്പാദിക്കുന്ന പണം കൊണ്ട് ബിസിനസ് ആരംഭിക്കാത്ത ഇൻഫ്ലുവൻസേഴ്സ് കേരളത്തിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ മുട്ടിന് ഓൺലൈൻ സ്റ്റോറുകളാണ്. ഒട്ടനവധി ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ആളുകൾ താരതമ്യപ്പെടുത്തി വിമർശിക്കുന്നതും പ്രശംസിക്കുന്നതുമായ സംഭവങ്ങളുമുണ്ട്. അത്തരത്തിൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് അഹാന കൃഷ്ണയും കുടുംബവുമാണ്. വൻ വിലയിൽ സാരികൾ വിൽക്കുന്നുവെന്നും സാധാരണക്കാരെ പരിഗണിക്കുന്നില്ലെന്നുമായിരുന്നു സുപ്രധാനമായും ഉയർന്ന ആക്ഷേപം. ഇപ്പോഴത്തെ വിഷയത്തിൽ തന്റെ ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് ആർച്ചിയായിരുന്ന യൂട്യൂബർ ഉണ്ണി. കഴിഞ്ഞ ദിവസം മുൻ ബിഗ് ബോസ് താരം സിജോ ബൈ ഹാൻഡ് എന്ന ബൊട്ടീക്കിന്റെ ഡിസൈൻ റീക്രിയേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിലുള്ള തന്റെ അഭിപ്രായം ഉണ്ണി പങ്കുവച്ചു. ഒരു സ്ഥലത്ത് വില കൂടുതലാണെന്ന് തോന്നിയാൽ അത് പൂട്ടിക്കുക എന്ന ചിന്ത പാടില്ലെന്നും കലാകാരന്മാരെ ബഹുമാനിക്കണമെന്നും ഉണ്ണി പറയുന്നു. സിജോ ബൈ ഹാൻഡ് എന്ന ടീമിന്റെ പ്രൊഡക്റ്റിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് സ്വന്തമായി ഉപയോഗിക്കാൻ ഒരു ഷർട്ട് ചെയ്ത് എടുത്തത്. പക്ഷേ അവരുടെ വർക്കിനെ പ്രശംസിക്കുക എന്നത് ഒരു നിമിഷം മര്യാദയാണ്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കുറച്ചു നേരം അത് നോക്കി നിന്നുവെന്ന് പറയുമ്പോൾ അവിടെ ഒരു ആർട്ടിസ്റ്റ് വിജയിച്ചിട്ടുണ്ട്. അയാളുടെ വർക്കിനെ നിങ്ങൾ കടം കൊള്ളുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പ്രശംസ അവർ അറിയിക്കുന്നുണ്ട്. പക്ഷേ സിജോയുടെ വീഡിയോയിൽ അത് ഉണ്ടായിരുന്നില്ല. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. അഹാനയും സഹോദരിമാരും അമ്മയും ചേർന്ന് സാരിയുടെ ബിസിനസ് ആരംഭിച്ചിരുന്നു. അവർ ഒരു സാരി വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ ആ സാരിയും ആര്യബടായി വിൽപ്പനയ്ക്ക് വെച്ച സാരിയും തമ്മിൽ വിലയുടെ പേരിൽ താരതമ്യപ്പെടുത്തലുണ്ടായി. അന്നത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് ആഘോഷിച്ചിരുന്നു. അഹാനയും കുടുംബവും കൊള്ള ലാഭം എടുക്കുന്നു എന്നവരെ പ്രചരിച്ചിരുന്നു. ഈ ആശങ്കകളെല്ലാം ന്യായമാണെങ്കിലും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആര്യ എടുക്കുന്ന അതേ ലാഭമേ അഹാന എടുക്കാൻ പാടുള്ളൂവെന്ന് ആർക്കും വാശി പിടിക്കാൻ പറ്റില്ല. അഹാന ഓൺലൈൻ സ്റ്റോറിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് അവർ തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത സാരികളാണ്. അവർ അത് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. നമുക്കത് വിശ്വസിക്കാവുന്നതുമാണ്. ഇവരുടെ ഓൺലൈൻ സൈറ്റിൽ വരുന്ന സാരികൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട്. എന്തിന് ഇത്രയും പണം കൊടുത്ത് ഇവരുടെ സാരികൾ വാങ്ങണം എന്ന് ചോദിച്ചാൽ പണ്ട് രഞ്ജിനി ഹരിദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള ആങ്കറാണ് രഞ്ജിനി. അവർ കത്തിജ്വലിച്ചു നിന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നിരുന്നു. അന്ന് രഞ്ജിനി പറഞ്ഞ പ്രതിഫലം കേട്ട് അവർ ഞെട്ടി. ഒരു ദിവസത്തേക്ക് നല്ലൊരു പ്രതിഫലം രഞ്ജിനി വാങ്ങിയിരുന്ന സമയമാണ്. 30 ദിവസത്തെ ഡേറ്റ് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിഫലം അവർ ചോദിക്കും. അതിൽ തെറ്റില്ല. അവരുടെ സമയം, പ്രയത്നം, എക്സ്പീരിയൻസ് എല്ലാത്തിനും കൂടി ഇട്ടിരിക്കുന്ന വിലയാണത്. അതുപോലെയാണ് അഹാന. മലയാളത്തിലെ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിൽ ടോപ്പിലാണ് അഹാന. അവർ സാരികൾ ഹാൻഡ് പിക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് കൂടി വിലയിടും. പർച്ചേസിംഗ്, ഫോട്ടോഷൂട്ട്, റീൽസ്, പ്രൊമോഷൻ എന്നിവയ്ക്കെല്ലാമായി എഫേർട്ട് ഇടുന്നുണ്ട്. അതിലിടുന്ന വിലയാണ് സാരി വിൽക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭം. വില കുറയ്ക്കുന്നതും കൂട്ടുന്നതും ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഒരു സ്ഥലത്ത് വില കൂടുതലാണെന്ന് തോന്നിയാൽ അത് പൂട്ടിക്കുക എന്ന ചിന്ത പാടില്ലല്ലോ. പക്ഷേ വിമർശനവും അഭിപ്രായവും പറയാം. അല്ലാതെ അപമാനിച്ചാൽ അവിടെ ആ വ്യക്തിയുടെ എഫേർട്ടിനെ കൂടിയാണ് അപമാനിക്കുന്നതെന്ന് ഉണ്ണി പറഞ്ഞു. അതേസമയം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അഹാനയുടെ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറയുന്നത് ചർച്ചയാകുന്നുണ്ട്. അഹാന തുടരെ സബ്സ്ക്രൈബേഴ്സിനെ ലഭിക്കാൻ വേണ്ടി പോസ്റ്റുകൾ ഇടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അഹാനയ്ക്ക് ഗുണം ചെയ്യുന്നില്ലെന്ന് നെറ്റിസൻസ് പറയുന്നു. ഈ പെൺകുട്ടി ഇനിയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വല്ലാതെ പരിശ്രമിക്കുന്നു. പക്ഷേ ഒരു മെച്ചവുമില്ല. ഈ സ്നീക്ക് പീക്കോ ഗിമ്മിക്കുകളോ ഉപകരിക്കുന്നില്ല. ആക്ടിങ്ങിലും ഡാൻസിലുമുള്ള പ്രശ്നങ്ങൾക്ക് പുറമെ ഈ പിക് മീ ആറ്റിറ്റ്യൂഡ് കാരണമാണ് അഹാനയ്ക്ക് ഫിലിം ഓഫറുകൾ ലഭിക്കാത്തതെന്ന് കരുതുന്നു എന്നാണ് റെഡിറ്റിൽ വന്ന അഭിപ്രായങ്ങളിലൊന്ന്. നിരവധി പേരാണ് ഇതേക്കുറിച്ച് ചർച്ച നടത്തുന്നത്. സബ്സ്ക്രിപ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്തോറും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കുറയുന്നു. അഹാനയുടെ കാര്യത്തിൽ സങ്കടം തോന്നുന്നു എന്നെല്ലാം കമന്റുകളുണ്ട്. എന്തിനാണ് അഹാന സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ ഇത്രയും വെപ്രാളപ്പെടുന്നത്? യൂട്യൂബ് ചാനലിലൂടെയുള്ള വരുമാനം കുറഞ്ഞോ എന്നും ചോദ്യമുണ്ട്. യൂട്യൂബ് ചാനൽ ഇപ്പോൾ പഴയതുപോലെ സജീവമല്ല അഹാന. മിക്കപ്പോഴും പ്രൊമോഷൻ വീഡിയോകളാണ്. മലയാളികളായ പല നടിമാരും ഇൻഫ്ലുവൻസേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്കെല്ലാം ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. എന്നാൽ അഹാനയുടെ കാര്യം ഇങ്ങനെയല്ല. ആരാധകർക്ക് തോന്നുന്ന കൗതുകമാണ് സബ്സ്ക്രൈബേഴ്സിന്റെ അടിസ്ഥാനം.
അഹാനയുടെ കാര്യത്തിൽ ആർക്കും കൗതുകമില്ല. കാരണം എത്രയോ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ അഹാനയും കുടുംബവും തങ്ങളുടെ ജീവിതം തുറന്നു കാണിക്കുന്നു. ഇത്രയേറെ അടുത്തറിയുന്ന ആൾ പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയാൽ ആർക്കും താല്പര്യമുണ്ടാകില്ലെന്ന് നെറ്റിസൻസ് പറയുന്നു. ഇനി സബ്സ്ക്രിപ്ഷൻ കൂടാനുള്ള വഴി വിവാഹമാണ്. വൈകാതെ അഹാനയുടെ വിവാഹം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. വിവാഹ ദൃശ്യങ്ങൾ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആക്കിയാൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനിടയുണ്ടെന്നും വാദമുണ്ട്. അതേസമയം തന്നെ ചേച്ചി അഹാന കൃഷ്ണ പ്രായം എത്തി നിൽക്കുമ്പോൾ അനിയത്തി വിവാഹം കഴിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യം ദിയാകൃഷ്ണ വിവാഹത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് തവണ കേട്ടിരുന്നു. എന്നാൽ അഹാന കരിയർ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ടായിരുന്നു ചേച്ചിക്ക് മുമ്പ് അനിയത്തി വിവാഹിതയായത്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ ദിയയും പങ്കാളി അശ്വിനും ചേർന്ന് ഭംഗിയായാണ് വിവാഹം നടത്തിയത്. വിവാഹം കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടപ്പോൾ ഇരുവർക്കും ഇടയിലേക്ക് നിയോമും എത്തി. കഴിഞ്ഞ ദിവസമാണ് ഓമി എന്ന് വിളിക്കുന്ന നിയോമിന് 5 മാസം തികഞ്ഞത്. ദിയയും അശ്വിനും മാത്രമല്ല അഹാനയും ദിയയുടെ ഇളയ സഹോദരി ഹൻസിക വരെയും ഓമിയുടെ വരവിന് 5 മാസം തികഞ്ഞത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും മറ്റും ആഘോഷിച്ചിരുന്നു. ഓമിക്ക് 1 അല്ല 5 അമ്മമാരാണുള്ളത്. ദിയയ്ക്ക് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ബുദ്ധിമുട്ടുകൾ പോലും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാത്തിനും കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു സഹായമായി. ഓമിയെ പിരിഞ്ഞിരിക്കാൻ വയ്യെന്ന സ്ഥിതിയിലേക്ക് കൃഷ്ണകുമാർ ഫാമിലി എത്തിയെന്നത് സിന്ധുവിന്റെ പുതിയ വ്ളോഗിൽ നിന്നും വ്യക്തമാണ്. ദിയയും അശ്വിനും അടുത്തിടെ മകനൊപ്പം മലേഷ്യയിലേക്ക് അവധി ആഘോഷിക്കാൻ പോയിരുന്നു.